ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയത്താൽ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭയരഹിതമായി എങ്ങനെ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. ഭയം മാറ്റുവാൻ ശക്തനായ കരുത്തനായ ഒരാൾ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിരിക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ തീയിൽ കൂടി കടന്നു പോയാൽ ആരാണ് വെന്തു പോകാത്തത്? വെള്ളത്തിൽ വീണാൽ ആരാണ് മുങ്ങിപ്പോകാതിരിക്കുന്നത്? പക്ഷേ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുവാൻ ഒരു രക്ഷകനുണ്ടെങ്കിലോ, ആ രക്ഷകൻ മറ്റാരുമല്ല, നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. നിൻ്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരം കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യനെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുമുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എത്ര ശക്തമായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചത്. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്കത് വ്യക്തമാകുന്ന ചരിത്രമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഏകദേശം 400-ലധികം വർഷങ്ങൾ ഈജിപ്തിൻ്റെ അടിമകളായിട്ട് കഴിഞ്ഞ ഒരു ജനസമൂഹമായിരുന്നു ഇസ്രായേല്യർ. അവർക്ക് പഠിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല, നല്ല വീട് വെക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല, വയറ് നിറച്ച് ഭക്ഷണം ലഭിച്ചിരുന്നില്ല. മിസ്രയീമ്യരുടെ അടിമ പണിക്കാരായിരുന്നു അവർ. അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതായിരുന്നു രാജ്യത്തിൻ്റെ നിയമം. അത്ര ഭീകരമായ അനുഭവങ്ങളിലൂടെ 400 വർഷം കടന്നുപോയ ഒരു ജനസമൂഹമാണ് ഇസ്രായേല്യർ. എന്നാൽ ഇന്ന് ഈജിപ്റ്റ് പോലും ഭയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഈജിപ്തിനടുത്ത് തന്നെ ഇസ്രായേൽ എന്ന പേരിൽ അവർ നിലനിൽക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബിനോട് ഇസ്രായേലിനോട് പറഞ്ഞ വചനങ്ങളൊക്കെ എത്ര കൃത്യമാണ്, അക്ഷരികമായിട്ടാണ് നിറവേറുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ശൗലിൻ്റെ കാലത്ത് അവർക്കൊരു രാജ്യമുണ്ടാകുന്നു. ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ അനേക വൻ ശക്തികൾ പരിശ്രമിക്കുന്നു. പിന്നീട് ദാവീദ് രാജാവാകുന്നു. അതിനുശേഷം ശലോമോൻ രാജാവാകുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ അവരെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച പ്രബല ശക്തികളെ നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. ആ ശക്തികളെല്ലാം തകർന്നുപോയി. ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവം അരുളി ചെയ്ത ഈ വചനത്തിൻ്റെ അത്ഭുതകരമായ നിറവേറലുകളാണ്. ഏകദേശം BC 722 അന്നത്തെ പ്രബല സാമ്രാജ്യമായിരുന്ന അശൂർ സാമ്രാജ്യം ഇസ്രായേലിനെ കീഴടക്കുക മാത്രമല്ല, ലോകം മുഴുവൻ ചിതറിക്കുകയുണ്ടായി. അങ്ങനെ ചിതറപ്പെട്ടവരിൽ ചിലർ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ മേഖലകളിൽ വന്നതായിട്ടുള്ള ചരിത്രം
നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അവരെ ചിതറിച്ച ആ അശൂർ സാമ്രാജ്യം യഹൂദ സാമ്രാജ്യത്തെയും തകർക്കേണ്ടതിന് 1,85,000 പട്ടാളക്കാരുമായി വരുന്ന ഒരു ചരിത്രവും നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണുവാനായി കഴിയും. എന്നാൽ ഇന്ന് ലോകത്തിൽ അശൂർ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമില്ല. അവരെ മുക്കിക്കളയുവാൻ, അവരെ ദഹിപ്പിച്ച് കളയുവാൻ വന്ന ആ സാമ്രാജ്യ ശക്തികളൊക്കെ നശിച്ചുപോയി. പക്ഷേ ഇസ്രയേൽ ഇന്നുമുണ്ട് എന്നുള്ളത് ഈ ബൈബിൾ വചനങ്ങളുടെ അക്ഷരീകമായിട്ടുള്ള നിറവേറലുകളാണ്. പിന്നീട് വന്ന ബാബിലോൺ സാമ്രാജ്യം 70 വർഷം, അതിനുശേഷം വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം 208 വർഷം, അതിനുശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യം 180 വർഷം, അതിനുശേഷം ഈ ലോകത്തിൽ ഭരണം നടത്തിയ റോമൻ സാമ്രാജ്യം ഏകദേശം 500 വർഷം ഈ ഇസ്രയേലിനെ പീഡിപ്പിക്കുക മാത്രമല്ല ലോകമെമ്പാടും അവരെ ചിതറിച്ചു കളഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ഹിറ്റ്ലറിൻ്റെ കാലഘട്ടമൊക്കെ വരുമ്പോൾ അവരെ വെള്ളത്തിൽ മുക്കിയും ഗ്യാസ് ചേമ്പറുകളിൽ കയറ്റിയും അഗ്നി കൊണ്ട് കത്തിച്ചും ജനലക്ഷങ്ങളെയല്ലേ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞത്. ഇന്ന് ഹിറ്റ്ലറുണ്ടോ? പക്ഷേ യഹൂദന്മാരിന്നുമുണ്ട്, ഇസ്രയേൽ ഇന്നുമുണ്ട്. ഈ ബൈബിൾ പ്രവചനം എത്രയോ അത്ഭുതകരമാണ്. ഈ ചരിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രവചനം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിഞ്ഞു പോകുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിൻ്റെ ദൈവവും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. സത്യമല്ലേ? ഇസ്രയേലിനുണ്ടായ അതിലെ 1000-ലൊരംശം പീഡകൾ ഉണ്ടായിട്ടുള്ള ജാതി സമൂഹങ്ങളും രാജ്യങ്ങളും ഇന്ന് ഭൂമിയിലില്ല എന്നോർക്കണം. പക്ഷേ അവരെ ദഹിപ്പിച്ച് കളയുന്ന അഗ്നി അവർക്ക് ചുറ്റും കത്തിയപ്പോഴും അവരെ മുക്കിക്കളയുന്ന നദി അവർക്ക് മീതെ കവിഞ്ഞപ്പോഴും അവർ നശിച്ചു പോകാതിരുന്നതിൻ്റെ രഹസ്യം അവർക്ക് 10 തലയുണ്ടായിരുന്നത് കൊണ്ടോ 4 കാലുണ്ടായിരുന്നത് കൊണ്ടോ 100 ഹാർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടോ കരുത്തനായതുകൊണ്ടോ ഒന്നുമല്ല. നമ്മെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അവർ. പക്ഷേ അവരുടെ രക്ഷകൻ പ്രപഞ്ചത്തിൻ്റെ കർത്താവാണ്, യഹോവയായ ദൈവമാണ്. അതുകൊണ്ടാണ് അവർക്കിന്ന് നിലനിൽക്കുവാനായിട്ട് ഇടയാകിയത്. 4 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യനെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. 2600 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അരുളി ചെയ്തതും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതുമായിട്ടുള്ള ഈ വചനങ്ങൾ ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അശൂർ ചിതറിച്ചതിനെ, ബാബിലോൺ ചിതറിച്ചതിനെ, പേർഷ്യക്കാർ ചിതറിച്ചതിനെ, ഗ്രീസുകാർ ചിതറിച്ചതിനെ, റോമാക്കാർ ചിതറിച്ചതിനെ, യൂറോപ്യൻസ് ചിതറിച്ചതിനെ, ഹിറ്റ്ലർ ചിതറിച്ചതിനെ ദൈവം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ 1948 മടക്കി വരുത്തുന്ന ഒരു രംഗം ഇപ്പോഴും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് പോകുന്ന രംഗങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്, ചെവി കൊണ്ട് കേൾക്കുകയാണ്. ഈ വചനത്തെ ഖണ്ഡിക്കുവാനോ നിരാകരിക്കുവാനോ ഇത് നിവർത്തിക്കപ്പെട്ടില്ലെന്ന് പറയുവാനോ ഇന്ന് ചരിത്രബോധമുള്ള ആർക്കും കഴിയുകയില്ല. ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അത് നിറവേറാതിരിക്കുമോ? അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിനുണ്ടായ ഭയഹേതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ല. ഇന്ന് നിലവിലുള്ള ഒരു രാജ്യത്തിനും
ഇന്ന് യുക്രൈന് പോലും ഇസ്രായേൽ അനുഭവിച്ച ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് ചരിത്രം പഠിച്ചാൽ എനിക്ക് നിങ്ങൾക്കും ബോധ്യമാകും. ഇന്നും അവർ നിലനിൽക്കുവാൻ കാരണം ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തങ്ങളാണ്. അതിന് പല കാരണങ്ങൾ ഇവിടെ നിരത്തി വെക്കുന്നുണ്ട്. യെശയ്യാവ് 43:4 അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലെങ്കിലും ദൈവം സ്നേഹിക്കാനുണ്ടെങ്കിൽ എല്ലാമാണ്. ഇന്നത്തെ വ്യാജ സ്നേഹത്തിൻ്റെ പുറകെ പോയിട്ട് ജീവിതം തന്നെ തകർന്ന് കണ്ണുനീർ കടലിലായിരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാനായി കഴിയും. ദൈവം തൻ്റെ ഓമന മകനെ നൽകുവാൻ തക്കവണ്ണമാണ് ലോകത്തെ സ്നേഹിച്ചത്. ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കേണ്ടതിനും ഞാനും നിങ്ങളും ഭയം കൂടാതെ ജീവിക്കേണ്ടതിനും ദൈവം തൻ്റെ ഓമന മകനെയാണ് നമുക്ക് നൽകിയത്. തൻ്റെ ഓമന മകനായ യേശുവിനെ ക്രൂശിൽ തകർത്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വന്നാൽ നമ്മളിൽ കടന്നു വരുന്ന ഭയങ്ങൾ, നമ്മളിലുള്ള ഭയങ്ങൾ ഓടിപ്പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭയം മാറുവാൻ, ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭയത്തിൻ്റെ ഒരു കാരണം നിങ്ങളെ അല്പം പോലും സ്നേഹിക്കാത്ത പലതിനെയും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഭയം മാറുവാനുള്ള രണ്ടാമത്തെ കാരണം 43:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവം ഒരാളെ പേർ ചൊല്ലി വിളിച്ചാൽ അവൻ്റെ ആവശ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുവാൻ ദൈവം കൂടെയുണ്ടാകും. അവനെ സഹായിക്കാൻ ദൈവം കൂടെയുണ്ടാകും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ ദൈവം പേർ ചൊല്ലി വിളിക്കുകയാണ്. നിൻ്റെ പേര് നന്നായിട്ടറിയാം. യാക്കോബിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. പക്ഷേ യാക്കോബ് ഒരു ഉപായിയായിരുന്നു. അവൻ്റെ പേര് മാറ്റിയിട്ട് ദൈവം അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ഒരു ഉപായിയായി ജീവിച്ചാൽ താൽക്കാലികമായ ജയമുണ്ടാകുമെങ്കിലും ഭയം മാറുകയില്ല കേട്ടോ. അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളിലുള്ള ആ ഉപായിത്തരമെല്ലാം, ആ യാക്കോബിനെയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇസ്രായേലാകണം. പേര് മാറ്റണം, സ്വഭാവം മാറ്റണം. പിന്നെ അവൻ നമ്മെ ഓമനപ്പേർ ചൊല്ലി വിളിക്കും. ഓമനപ്പേർ ചൊല്ലി വിളിച്ചതാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം കുടിരിക്കും. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, പോകുവീൻ, ചെന്നായ്ക്കിടെ ഇടയിൽ കുഞ്ഞാടുകളെപ്പോലെ പോകുവീൻ, പോകുവീൻ, ജെറുസലേമിൽ പോകുവീൻ, യഹൂദയിൽ പോകുവീൻ, ശമര്യയിൽ പോകുവീൻ, ഭൂമിയുടെ അറ്റത്തോളം പോകുവീൻ. അവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമുണ്ടെന്ന് യേശുവിനറിയാം. ചെന്നായ്ക്കൾ ധാരാളമുണ്ടെന്ന് യേശുവിനറിയാം. പക്ഷേ കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട്, നീ എനിക്കുള്ളവനായതുകൊണ്ട് ഞാൻ നിന്നോട് കൂടിയിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ ഇന്ന് പേർ ചൊല്ലി വിളിക്കുകയാണ്. നീ ആ വിളി കേൾക്കുമോ? അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയും. ദൈവത്തിൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെ വിളിയാണ്, ഒരു പിതാവിൻ്റെ സ്നേഹമാണ്. അതിൽ സുരക്ഷിതത്വമുണ്ട്, അതിൽ നിർവ്യാജമായ സ്നേഹമുണ്ട്, അതിൽ പരിരക്ഷയുണ്ട്. ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുവാൻ കാരണം ദൈവം അവനെ പേർ ചൊല്ലി വിളിച്ചു. ഈജിപ്തിൽ നിന്ന്, അശൂരിൽ നിന്ന്, ബാബിലോണിൽ നിന്ന്, റോമിൽ നിന്ന്, ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്ന് പേർ ചൊല്ലി വിളിച്ചതുകൊണ്ട് അവരെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട കാര്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:1 നമ്മൾ വായിക്കുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ സൃഷ്ടിതാവാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനല്ല. മനുഷ്യൻ യാദൃശ്ചികമായി ഉണ്ടായവനല്ല. മനുഷ്യനൊരു സൃഷ്ടിതാവുണ്ട്. ആ സൃഷ്ടിതാവിനാണ് ബൈബിൾ ദൈവമെന്ന് പറയുന്നത്, യാഹുവേ എന്ന് പറയുന്നത്. ആ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു എന്ന പേരിൽ അറിയപ്പെട്ടത്.
അവൻ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുകയുണ്ട്. അവൻ യേശു എന്ന് പേരിടേണം എന്നുള്ള കൽപ്പനയും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിതാവാണ് കേട്ടോ, ദൈവം സൃഷ്ടിതാവാണ്. എന്നെ സൃഷ്ടിച്ചവനാണ് ദൈവം എന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ആ സൃഷ്ടിതാവിനെ ആരാധിക്കണം. അപ്പോൾ ജീവിതത്തിൽ ഭയം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. പരിണാമവാദത്തിൻ്റെ കഥകളും ഡാർവിൻ്റെ സിദ്ധാന്തവും വായിച്ചാൽ, അത് പഠിപ്പിച്ചാൽ സ്നേഹിത, ഭയം മാറുകയില്ല. ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത നിൻ്റെ ജീവിതത്തിലെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് ചിന്തിച്ച് സത്യസന്ധമായി ഒന്ന് പറയുവാൻ കഴിയുമോ എന്ന് ഇസ്രായേലിനോട് ചോദിക്കൂ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളോട് ചോദിക്കൂ. വളരെയധികം ഭയത്തിന് കാരണമായ മരണത്തെ മുഖാമുഖമായി കണ്ട വേളകളിൽ സ്തേഫാനോസിനെ പോലുള്ളവർ പുഞ്ചിരിച്ചു നിൽക്കാൻ, മുഖം ഒരു ദൂതൻ്റെ മുഖം പോലെ ശോഭിക്കത്തക്ക നിലയിൽ ആനന്ദത്തോട് നിൽക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവം, ഈ സൃഷ്ടിതാവ് കൂടെയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭയം മാറണമെങ്കിൽ സൃഷ്ടിതാവിനെ അറിയണം, സൃഷ്ടിതാവിൽ ആശ്രയിക്കണം. ആ സൃഷ്ടിതാവ് പിതാവാകണം, പേർ ചൊല്ലി വിളിക്കപ്പെടണം, കർത്താവിൻ്റെ ആ സ്നേഹത്തെ രുചിച്ചറിയണം. അപ്പോൾ ആ ഭയം തനിയെ വിട്ടുപോകും. മാത്രമല്ല, യെശയ്യാപ്രവചനം 43:1 നമ്മൾ വായിക്കുന്നത്, ദൈവം വീണ്ടെടുപ്പുകാരനാണ്. എന്താണ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ? നഷ്ടപ്പെട്ടു പോയ ഒന്നിന് മറുവില കൊടുത്ത് അതിനെ തിരികെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഒരു പഴയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പിതാവ് തൻ്റെ മകനോടുള്ള സ്നേഹനിമിത്തം മനോഹരമായ ഒരു വള്ളം, കളിവെള്ളം, കൊച്ചു വള്ളം വാങ്ങി കൊടുത്തു. അവന് വലിയ സന്തോഷമായിരുന്നു. അവൻ്റെ വീടിനടുത്ത് ചെറിയ ഒരു അരുവി ഉണ്ടായിരുന്നു. അവൻ ആ കളിവെള്ളം അവിടെ കൊണ്ടുപോയി കളിക്കും. എന്നാൽ മഴയുള്ളൊരു ദിവസം, അല്പം ഒഴുക്കുള്ള ദിവസം, ആ കളിവെള്ളം അവൻ്റെ കൈവിട്ട് അങ്ങ് ഒഴുകിപ്പോയി. ആ ബാലകന് അത് വലിയ വേദനയായി. ഒരിക്കൽ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടയിൽ അവൻ്റെ കളിവെള്ളം കണ്ടു. അവൻ്റേതാണെന്ന് അവനറിയാം. അവൻ ഓടിച്ചെന്ന് എടുത്തപ്പോൾ കടക്കാരൻ കൊടുത്തില്ല. അയാൾ പറഞ്ഞു, ഇതെൻ്റേതാണ്, ഇനി നിനക്ക് വേണമെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പിതാവ് അവനോടുള്ള സ്നേഹം നിമിത്തം വീണ്ടും പണം കൊടുത്ത് ആ കളിവെള്ളം വാങ്ങി ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. ഇവിടെ ആ പിതാവ് ആ കളിവെള്ളം വീണ്ടെടുക്കുകയാണ്. ഇതുപോലെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനോടൊപ്പം നടന്നിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ മുഖാമുഖമായി സംസാരിച്ചിട്ടുണ്ട്. അന്നവന് ദുഃഖമുണ്ടായിരുന്നില്ല, വേദന ഉണ്ടായിരുന്നില്ല, ഭയമുണ്ടായിരുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് മനുഷ്യൻ പിശാചിൻ്റെ സ്നേഹത്തിലേക്കും അവൻ്റെ ഉപദേശത്തിലേക്കും പോയപ്പോൾ അവന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. അവൻ ഭയത്തിനും മരണത്തിനും വിധേയനായി. അവൻ സാത്താൻ്റെ അധികാരത്തിൻ്റെ കീഴിലായി. സാത്താൻ അവൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാൻ മനുഷ്യനായി തീരുകയാണ്. യെശയ്യാപ്രവചനം 9:6 എഴുതിയിരിക്കുന്ന പോലെ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. യെശയ്യാ 9:6 നിത്യപിതാവായ ദൈവം, വീരനാം ദൈവം ഒരു ശിശുവായി, ഒരു മനുഷ്യനായി പിറക്കുകയാണ്. കന്യകാസുതനായി ബേത്ലഹേമിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് 33.5 വർഷം ഇവിടെ ജീവിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയാണ്, ഊമരെ സംസാരിപ്പിക്കുകയാണ്, ചെകിടരെ കേൾപ്പിക്കുകയാണ്, മുടന്തരെ നടക്കുമാറാക്കുകയാണ്, സതുപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ തൻ്റെ വരവിൻ്റെ ആഗമനോദ്ദേശം പ്രധാനമായതും മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഗെത്സമനത്തോട്ടത്തിൽ കർത്താവ് മാനവലോകത്തിൻ്റെ പാപവും ശാപവും ഏറ്റുവാങ്ങുകയാണ്. താൻ പ്രാണവേദനയിൽ ആയിത്തീരുകയാണ്.
മനുഷ്യൻ കൊള്ളേണ്ട ആ ചാട്ടവാറിൻ്റെ അടികൾ താൻ കൊള്ളുകയാണ്. പുറം ഉഴവുചാല് പോലെ കീറപ്പെടുകയാണ്. മനുഷ്യൻ ധരിക്കേണ്ട മുൾക്കിരീടം അവൻ ധരിക്കുകയാണ്. അവൻ്റെ മുഖത്തെ രോമങ്ങൾ പിഴുതു പറിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ വിരൂപത മാറ്റുവാൻ അവൻ വിരൂപനാക്കപ്പെടുകയാണ്. പാപി ചുമക്കേണ്ട ക്രൂശ് വീണ്ടെടുപ്പുകാരൻ ചുമക്കുകയാണ്. ആ ക്രൂശിൽ തറയ്ക്കപ്പെടുകയാണ്. 6 മണിക്കൂറുകൾ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, അവൻ്റെ നീതീകരണത്തിനായി, അവൻ്റെ വീണ്ടെടുപ്പിനായി കർത്താവ് യാഗമായി തീരുകയാണ്. അങ്ങനെയാണ് ദൈവം വീണ്ടെടുപ്പുകാരനായി തീർന്നത്. ഈ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനായിട്ട് അംഗീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആ വീണ്ടെടുപ്പ് ലഭിക്കും എന്നാണ്. യെശയ്യാപ്രവചനം 43 നമ്മൾ വായിച്ചത്, ദൈവം വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാണ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവൻ എന്നാണ്, രക്ഷകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രിയ സ്നേഹിത, യേശു നിൻ്റെ രക്ഷകനായി തീർന്നാൽ, യേശു നിൻ്റെ വീണ്ടെടുപ്പുകാരനായി തീർന്നാൽ നിനക്ക് പിന്നെ നരകത്തെ ഭയപ്പെടേണ്ടതില്ല, മനുഷ്യനെ ഭയപ്പെടേണ്ടതില്ല, ധൈര്യമായിട്ട് ജീവിക്കുവാൻ കഴിയും. മാത്രമല്ല, നാം ഇവിടെ വായിച്ചത് ചിതറിപ്പോയ ഇസ്രായേലിനെ പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ശേഖരിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മൾ കണ്ടില്ലേ. നഷ്ടപ്പെട്ടതിനെ, ചിതറിപ്പോയതിനെ മടക്കി വരുത്തുവാൻ കഴിയും. ചിലതൊക്കെ ചിതറിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് വേദനയുണ്ട്, നിങ്ങൾക്ക് ദുഃഖമുണ്ട്, ഇല്ലേ? ചില പ്രശ്നങ്ങൾ, ചില വെല്ലുവിളികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടില്ലേ? ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സൃഷ്ടിതാവും നിങ്ങളെ സ്നേഹിക്കുന്നവനും നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവനും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും നിങ്ങളുടെ രക്ഷകനുമായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, ഞാൻ ഉറപ്പായി പറയുന്നു, പാപമോചനം മാത്രമല്ല, സ്വർഗം ലഭിക്കുക മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ നിങ്ങളെ അലട്ടുന്ന ആ ഭയത്തിൽ നിന്ന്, അന്ധകാര ശക്തിയിൽ നിന്ന്, ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, എൻ്റെ വെളിച്ചം, ഞാൻ ആരെ ഭയപ്പെടും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന, ഭയം വരുത്തുന്ന ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ ചങ്ക് വിരിച്ച് നിന്നുകൊണ്ട് പറയുവാനായിട്ട് കഴിയും. ഞാൻ ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:1 മുതൽ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നു. ദൈവം കൂടിയിരുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളവും അവരുടെ തലയിൽ വീണില്ല. അതേ വഴിയിലൂടെ ഫറവോന്റെ സൈന്യം നടന്നു. അതിലൊന്നും രക്ഷപ്പെട്ടില്ല. ആ വെള്ളം അവരെ മൂടിക്കളഞ്ഞുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൽ ഉണങ്ങിയ നിലം പോലെ അവർ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് എത്തിയെന്നുള്ളത് ചരിത്രം അക്ഷരികമായി സംഭവിച്ച കാര്യം. അടുത്ത നമ്മൾ വായിക്കുന്നു, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ബാബിലോൺ സാമ്രാജ്യ കാലയളവിൽ നെബൂഖദ്നേസർ ഭരിക്കുന്ന കാലത്ത് അയാളുടെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതിരുന്ന ആ എബ്രായ ബാലകന്മാരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ എടുത്തുകൊണ്ടുപോയ പട്ടാളക്കാർ അഗ്നിജാലയിൽ ദഹിച്ചു പോകുന്നു. പക്ഷേ ഈ 3 യുവാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദഹിക്കാതെ നടന്നുവെന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. 3 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ. ദൈവം നമ്മുടെ രക്ഷകനാണ്. ദൈവം നമ്മുടെ രക്ഷകനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തലയിലെ ഒരു മുടി പോലും കുഴികയില്ല. സ്നേഹിത, നീ ഭയപ്പെടുന്ന ആരേക്കാൾ ശക്തനാണ് ദൈവം. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ്, സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിതാവാണ്.
ആ ദൈവം നമ്മുടെ രക്ഷകനാണെങ്കിൽ ലോകത്തിലെ ഏത് സെക്യൂരിറ്റി ഗാർഡിനേക്കാൾ ശക്തമല്ലേ? അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിക്ക് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ, അനുവാദം കൂടാതെ നിൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയുകയില്ല എന്നുള്ള സത്യം നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. 4 മുതലുള്ള വാക്യങ്ങൾ: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ. ഓർക്കുക, നീ നിസ്സാരനല്ല. ഒരുപക്ഷെ പണം അധികമില്ലായിരിക്കാം, സൗന്ദര്യം അധികമില്ലായിരിക്കാം, കുലശ്രേഷ്ഠതയില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, നീ മാന്യനാണ്, കാരണം നീ എൻ്റെ സൃഷ്ടിയാണ്. നീ വിലയേറിയവനാണ്, കാരണം ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുക മാത്രമല്ല, 6 മുതലുള്ള വാക്യങ്ങൾ: ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ദൈവം നിനക്ക് വേണ്ടി ചില കൽപ്പനകൾ പുറപ്പെടുവിക്കട്ടെ. ചില അന്ധകാര ശക്തികൾ, ചില വ്യക്തികൾ തടഞ്ഞു വച്ചിരിക്കുന്നത് നിൻ്റെ അടുക്കലേക്ക് വരട്ടെ. ഭയം മാറാനുള്ള വഴി മനുഷ്യനായി തീർന്ന ഈ ദൈവത്തെ, ഈ യേശുവിനെ, ഈ യഹോവയെ രക്ഷകനും കർത്താവുമായി അനുസരിച്ച്, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ പാത പിൻപറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. അതിനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഭയം നിറഞ്ഞ ഈ ലോകത്തിൽ ഭയത്തിൻ്റെ പിടിയിലകപ്പെട്ടു പോയ ഈ സഹോദരനെ, ഈ സഹോദരിയെ കർത്താവ് വിടുവിക്കണമേ. അവിടുത്തെ ധൈര്യവും അവിടുത്തെ ബലവും അവിടുത്തെ പ്രകാശവും അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.